Let's start learning English. നമ്മളിതാ പുതിയൊരു ക്ലാസ്സുമായി എത്തിയല്ലേ. ക്ലാസ് 38. ക്ലാസ് 38. 38ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗം അറ്റൻഡൻസ് ഇട്ടോളൂ. നമുക്ക് ഇതുവരെ പഠിച്ച ആക്ഷൻ വേർഡ്സിൻ്റെ ബേസ് ഫോമും അതിൻ്റെ അർത്ഥവും ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് കിടക്കുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ദിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക കൊടുക്കുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, കീപ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉയരുക ഉദിക്കുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവാക്കുക ചെലവഴിക്കുക, അഡ്വൈസ് ഉപദേശിക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണക്കുക ഉണങ്ങുക, ക്ലീൻ അഴുക്കകറ്റുക വൃത്തിയാക്കുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചുവാരുക തൂത്തുവാരുക, മോപ്പ് തുടയ്ക്കുക, സ്പീക്ക് സംസാരിക്കുക ആശയം വ്യക്തമാക്കുക, ടോക്ക് സംസാരിക്കുക സംഭാഷണം നടത്തുക, ടെൽ പറയുക, സേ പറയുക. ഓക്കെ. ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിലൂടെ പഠിച്ചു വന്നത്. ഓക്കെ. എല്ലാ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാ മക്കൾക്കും അറിയുമെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വാക്ക് നോക്കാൻ പോകുന്നു. എല്ലാവരും രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ മക്കളെ, ഇന്നത്തെ ആദ്യത്തെ വാക്കാണ് ലുക്ക്. LOOK. ലുക്ക്. ലുക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അധികവും എന്താണ് ഓർമ്മ വരിക? ലുക്സ്, ഒരാളുടെ അപ്പിയറൻസിനെ നമ്മൾ വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലുക്സ് അല്ലെങ്കിൽ ലുക്ക് എന്ന് പറയുന്ന ആ വാക്കാണ്. പക്ഷെ ഇവിടെ ആക്ഷൻ വേർഡാണ്. ഓക്കെ. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക. ഈ നോക്കുക നമ്മൾ കാണുക നോക്കുക എന്നൊക്കെ വെച്ചിട്ടുള്ള വേറെ രണ്ട് വാക്ക് പഠിച്ചിരുന്നു.
ഒന്ന് സീയും മറ്റേത് എന്താണ് വാച്ചുമാണ്. അത് രണ്ടുമല്ലാതെ ഓക്കെ, അത് രണ്ടുമല്ലാത്ത ഒരു നോട്ടമാണ് ഈ ലുക്ക്. ഉദാഹരണത്തിൽ എന്നെ നോക്കൂ, ഇങ്ങോട്ടേക്ക് നോക്കൂ, അവിടേക്ക് നോക്കൂ, അവളെ നോക്കൂ, അതിനെ നോക്കൂ, പുറത്തേക്ക് നോക്കൂ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലുക്ക്. ഓക്കെ, ലുക്ക് ഔട്ട്സൈഡ്. ഓക്കെ, ഈ ലുക്കിൻ്റെ കൂടെ തന്നെ ഒരുപാട് മറ്റു പല വാക്കുകളും ചേർത്തിട്ട് പലതും വരാറുണ്ട്. എന്തായാലും നമ്മളൊരു സാധനത്തിലേക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ലുക്കിന് ശേഷം എപ്പോഴും നമ്മൾ അറ്റ് എന്ന് ചേർക്കും. ഇത് നോട്ട് പുസ്തകത്തിൽ ഇപ്പോഴും തന്നെ എഴുതി വെച്ചോളൂ ആ റൂള്. നമ്മൾ ഒന്നിലേക്ക് നോക്കുന്നു, ഇപ്പോൾ ഒരു പുസ്തകത്തിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കുന്നു. ഓക്കെ, അങ്ങനെ ലുക്ക് എന്ന് പറയുമ്പോൾ അതിന് ശേഷം നമ്മൾ അറ്റ് എന്ന് യൂസ് ചെയ്യണം, AT അറ്റ്. ഓക്കെ, അത് റൂളാണ്. ഓക്കെ, ഒരു സെൻറ്റൻസിൽ നമ്മൾ ലുക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏതിലേക്കെങ്കിലും നോക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലുക്കിന് ശേഷം അല്ലെങ്കിൽ ലുക്ക് എന്ന വേർബിൻ്റെ ഫോമിന് ശേഷം നമ്മൾ അറ്റ് ചേർക്കണം. ഇപ്പോൾ ലുക്ക് ആണെങ്കിലും ലുക്ക്ഡ് ആണെങ്കിലും സെയിം. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? അറ്റ് ചേർക്കണം. ലുക്ക് വിൽ ബി ഫോളോഡ് ബൈ ആൻ അറ്റ്. ഓക്കെ, അറ്റ്, AT അറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലുക്ക് നോക്കുക. അപ്പോൾ 2 ചിത്രം ടീച്ചർ ഒരു ഇല്ലുസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലുക്ക്. ഓക്കെ, നോക്കുക, ലുക്ക്, LOOK, ലുക്ക്, LOOK, ലുക്ക്. എവിടെയാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ? അതുമാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് നോക്കുന്നു എന്ന് ലുക്ക് എന്ന് വെച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? അറ്റ് ചേർക്കണം. അത് ഏത് ഫോം ഓഫ് ലുക്ക് ആയാലും ശരി, V1 V2 ഒക്കെ ആണെങ്കിലും നമ്മൾ എന്തെന്ന് ചേർക്കണം? അറ്റ് എന്ന് ചേർക്കണം. ഓക്കെ, ലുക്ക് അറ്റ് ദ ബോയ്. ഓക്കെ, ലുക്ക് അറ്റ് ദ ഗേൾ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലുക്ക്, നോക്കുക, LOOK, ലുക്ക്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കി എന്ന് പറയാൻ നമ്മൾ ബേസ് ഫോമായ ലുക്ക് എന്നുള്ള വാക്കിനൊപ്പം നമ്മൾ എന്ത് ചേർക്കും? ED, ലുക്ഡ്. V3 ഫോമിനും സെയിം തന്നെയാണ് ലുക്ഡ്. LOOK, ലുക്ക്. V1 ഫോം ബേസ് ഫോം ലുക്ക്. V2 ഫോം പാസ്റ്റ് ഫോം LOOK, ED, ലുക്ഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം LOOK, ED, ലുക്ഡ്. ലുക്ഡ്. നമ്മൾ കുക്ക് എന്നുള്ള വാക്ക് പഠിച്ചില്ലായിരുന്നോ? പാചകം ചെയ്യുക. അതുമായി സിമിലറാണ് ഇതിൻ്റെ വേർബ് ഫോംസ്. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്, കുക്കിംഗ്, കുക്സ് എന്ന് പറയുന്നത് പോലെ ലുക്ക്, ലുക്ക്ഡ്, ലുക്കിംഗ്, ലുക്സ്. അങ്ങനെ തന്നെയാണ് ഇതിനും വരുന്നത്. ഓക്കെ, LOOK, ലുക്ക്. V1 ഫോം ബേസ് ഫോം ലുക്ക്. V2 ഫോം പാസ്റ്റ് ഫോം ലുക്ഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലുക്ഡ്. ലുക്ഡ്. ഇനി നോക്കുന്നു എന്നെങ്ങനെ പറയാം? LOOK, ING. ലുക്കിംഗ്. LOOK, ലുക്ക്. LOOK, ED, ലുക്ഡ്. LOOK, ING, ലുക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിലേക്ക് ഒന്നിലേക്ക് നോക്കുന്നു എന്ന് പറയാനാണെങ്കിൽ നമ്മൾ ലുക്ക് എന്നതിന് ശേഷം അറ്റ് ചേർക്കും. അത് വീണ്ടും പറയുവാണ്, V1 ഫോം ബേസ് ഫോമിന് മാത്രമല്ല, അത് ഏത് ഫോമിനായാലും നമ്മൾ ഏത് വേർബ് ഫോമിനായാലും നമ്മൾ അറ്റ് ചേർക്കണം. നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ. ഓക്കെ, ലുക്കിന് ശേഷം, ലുക്കിൻ്റെ വേർബ് ഫോമിന് ശേഷം. ഓക്കെ, ലുക്ക്, ലുക്ഡ്, ലുക്കിംഗ്, ലുക്സ്. ലുക്ഡ്, ലുക്കിംഗ്, ലുക്സ്. V1 form base form look. V2 form past form looked. V3 form past participle form looked. V4 form present participle form looking. V5 form third person singular present form looks. V1 form base form look. V2 form past form looked. V3 form past participle form looked. V4 form present participle form looking. V5 form third person singular present form looks. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ലുക്കിനെ കൊണ്ടുപോയി
സെൻറ്റൻസസിലോട്ടിടാം അല്ലേ? I look at the bird. I look at the bird. I look at the bird. ഞാൻ പക്ഷിയെ നോക്കും, ഞാൻ പക്ഷിയെ നോക്കുന്നു, ഞാൻ പക്ഷിയെ നോക്കാറുണ്ട്, എന്ത് വേണം പറയാം. എന്തായാലും I look, V1 form, base form. I look at the bird. They looked at the picture. They looked at the picture. ഇവിടെ രണ്ട് സെൻറ്റൻസിലും ലുക്ക് അറ്റ് ദ ബേർഡ് ആയാലും ലുക്ക്ഡ് അറ്റ് ദ പിക്ചർ ആയാലും ടീച്ചർ പറഞ്ഞ റൂൾ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ? ബേർഡിനെ നോക്കുന്നു, ബേർഡ് പക്ഷിയെ നോക്കുന്നു എന്ന് പറയുന്നതിൽ ലുക്ക് അറ്റ്. ഇവിടെ ചിത്രം നോക്കുന്നു എന്ന് പറയുന്നതിൽ ലുക്ക്ഡ് അറ്റ്. ലുക്കിന് ശേഷം ലുക്കിൻ്റെ വേർബ് ഫോമിന് ശേഷം അറ്റ് ചേർത്തിട്ടുണ്ട്. ഓക്കെ, ദേ ലുക്ക്ഡ് അറ്റ് ദ പിക്ചർ. അവർ പിക്ചറിലേക്ക് നോക്കി. ദേ ലുക്ക്ഡ് അറ്റ് ദ പിക്ചർ. അവർ പിക്ചറിലേക്ക് നോക്കി. അവർ ചിത്രത്തിലേക്ക് നോക്കി. അവർ ചിത്രത്തിലേക്ക് നോക്കി. ഓക്കെ, ദേ ലുക്ക്ഡ് അറ്റ് ദ പിക്ചർ. He has looked everywhere for his keys. He has looked everywhere for his keys. He, അവൻ, has looked, നോക്കിയിട്ടുണ്ട്, everywhere, എല്ലായിടത്തും, for his keys, അവൻ്റെ താക്കോലുകൾക്കായി. അവൻ എല്ലായിടത്തും അവൻ്റെ താക്കോലുകൾക്കായി നോക്കി. അവൻ എല്ലായിടത്തും അവൻ്റെ താക്കോലുകൾക്കായി നോക്കിയിട്ടുണ്ട്. അവൻ എല്ലായിടത്തും അവൻ്റെ താക്കോലുകൾക്കായി നോക്കിയിട്ടുണ്ട്. He has looked everywhere for his keys. He has looked everywhere for his keys. അവൻ എല്ലായിടത്തും അവൻ്റെ താക്കോലുകൾക്കായി നോക്കിയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ നോർമലി നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാളും തിരഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുക അല്ലേ? ഓക്കെ, അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. He has looked everywhere for his keys. അവൻ എല്ലായിടത്തും അവൻ്റെ താക്കോലുകൾക്കായി നോക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത്, the baby is looking at the bright toy. The baby is looking at the bright toy. The baby is looking at the bright toy. കുഞ്ഞ് ആ തിളങ്ങുന്ന കളിപ്പാട്ടത്തിലേക്ക് നോക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, കുഞ്ഞ് ആ തിളങ്ങുന്ന കളിപ്പാട്ടത്തിലേക്ക് നോക്കുകയാണ്. ഓക്കെ, the baby is looking at the bright toy. കുഞ്ഞ് ആ തിളങ്ങുന്ന കളിപ്പാട്ടത്തിലേക്ക് നോക്കുകയാണ്. ഓക്കെ, the baby is looking at the bright toy. അടുത്തത്, she looks both ways before crossing the street. She looks both ways before crossing the street. She looks both ways before crossing the street. തെരുവ് മുറിച്ചു കടക്കുന്നതിന് മുൻപ് അവൾ ഇരുവശങ്ങളിലേക്കും അല്ലെങ്കിൽ ഇരു വഴികളിലേക്കും നോക്കാറുണ്ട്. അതൊരു ഹാബിറ്റാണ്. ഓക്കെ, തെരുവ് മുറിച്ചു കടക്കുന്നതിന് മുൻപ്, ബിഫോർ. ഓക്കെ, ബിഫോർ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യത്തിന് മുൻപ് എന്ന് പറയാനാണ്. ബിഫോർ. ഓക്കെ, ബിഫോർ. ഷീ ലുക്സ് ബോത്ത് വേയ്സ് ബിഫോർ ക്രോസിംഗ് ദ സ്ട്രീറ്റ്. ഷീ ലുക്സ് ബോത്ത് വേയ്സ് ബിഫോർ ക്രോസിംഗ് ദ സ്ട്രീറ്റ്. She looks both ways before crossing the street. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യണം? ടീച്ചറിൻ്റെ കൂടെ തന്നെ ഈ സെൻറ്റൻസസ് 5 സെൻറ്റൻസസും കൂടെ തന്നെ 3 തവണ വായിക്കാം നമുക്ക്. ഓക്കെ,
I look at the bird. I look at the bird. I look at the bird. They looked at the picture. They looked at the picture. They looked at the picture. He has looked everywhere for his keys. He has looked everywhere for his keys. He has looked everywhere for his keys. The baby is looking at the bright toy. The baby is looking at the bright toy. The baby is looking at the bright toy. She looks both ways before crossing the street. She looks both ways before crossing the street. She looks both ways before crossing the streets. Okay അല്ലേ മക്കളെ? എന്ത് ചെയ്യണം? Look, looked, looked, looking, looks. ഇത് മുഴുവനും കോമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിനി അടുത്ത വാക്കിലേക്ക് പോകാം. ലുക്ക് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് എന്ത് ചെയ്യാം? ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത വാക്ക് നോക്കുകയാണ്. അടുത്ത വാക്കാണ് ഹോൾഡ്. ഹോൾഡ്, ഹോൾഡ്, പിടിക്കുക. ഓക്കെ, ഹോൾഡ്, പിടിക്കുക. അവിടെ ചിത്രം ടീച്ചർ 3 ചിത്രങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒന്നിലെന്താണ്? ഒരു അമ്മ കുഞ്ഞിൻ്റെ കൈ പിടിച്ചതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് അല്ലേ? എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നി. വേണമെങ്കിൽ ഒരു ടീച്ചർക്ക് കുട്ടിയുടെ കൈയും പിടിക്കാം. പക്ഷേ അത് കണ്ട് ആദ്യമേ തന്നെ തോന്നുന്നത് ഒരമ്മ കുട്ടിയുടെ കൈ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഹോൾഡ്. ഓക്കെ, ഹോൾഡ്. ഇവിടെ ഇതാ വലതുവശത്ത് ഒരു ബോയ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ ബോയ് ഈസ് ഹോൾഡിങ് എ ബോൾ. ഓക്കെ, പിന്നെന്താണ് മുകളിൽ? ആ ബോയുടെ മുകളിലായിട്ടുള്ള ചിത്രം എന്താണ്? ഒരു റാബിറ്റ്. ഓക്കെ, റാബിറ്റ്. റാബിറ്റ് എന്താണ് ഹോൾഡ് ചെയ്യുന്നുള്ളത്? എ ക്യാരറ്റ്. എ ക്യാരറ്റ് അല്ലേ? ഒരു ക്യാരറ്റാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. റാബിറ്റ് ഇസ് ഹോൾഡിങ് എ ക്യാരറ്റ്. ഓക്കെ, ഹോൾഡ്, പിടിക്കുക. ഓക്കെ, പിടിക്കുക. കൈ പിടിക്കുക, ബോൾ പിടിക്കുക, ക്യാരറ്റ് പിടിക്കുക. ഇതൊക്കെയാണ് ടീച്ചർ ഇവിടെ ഓരോ പിക്ചേഴ്സിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഹോൾഡ്, HOLD, ഹോൾഡ്. ഹോൾഡ്, ഹോൾഡ്, പിടിക്കുക. HOLD, ഹോൾഡ്, പിടിക്കുക. ഇനി പിടിച്ചു എന്നെങ്ങനെ പറയും? ഹെൽഡ്. ഹെൽഡ്, HELD. OA എടുത്ത് മാറ്റി E ആഡ് ചെയ്യുന്നു ആ സ്ഥാനത്ത്. ഓക്കെ, held, HOLD, 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 hold. ഓക്കെ, പിടിക്കുക, hold, HELD, പിടിച്ചു. V1 form, base form, hold, പിടിക്കുക. V2 form, past form, held, 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 പിടിച്ചു. V3 form, past participle form, held, HELD, പിടിക്കപ്പെട്ടു. പിടിക്കുക, പിടിച്ചു, പിടിക്കപ്പെട്ടു. ഓക്കെ, ഹോൾഡ്, ഹെൽഡ്, held, hold, held, held, hold, held, held. V1 form, base form, hold. V2 form, past form, held. V3 form, past participle form, held, hold, held, 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 HOLD, 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 V1 form, base form, hold, HELD, V2 form, past form, held, HELD, V3 form, past participle form, held, hold, held, held, hold, held, held. ഇനി പിടിക്കുന്നു, ING അല്ലേ? നമ്മൾ ബേസ് ഫോം, V1 ഫോം ബേസ് ഫോമിൻ്റെ
കൂടെ നമ്മൾ ING ജസ്റ്റ് ചേർത്ത് എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, ഹോൾഡിങ്, ഹോൾഡിങ്, ഹോൾഡ്, ഹെൽഡ്, ഹോൾഡിങ്, ഹോൾഡ് പിടിക്കുക, ഹോൾഡ് പിടിക്കുക, ഹോൾഡ് പിടിക്കുക, ഹെൽഡ് പിടിച്ചു, പിടിക്കപ്പെട്ടു, ഹെൽഡ് പിടിച്ചു, ഹെൽഡ് പിടിച്ചു, HELD held, holding, 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 holding പിടിക്കുന്നു, HOLDING, holding, hold പിടിക്കുക, held പിടിച്ചു, holding പിടിക്കുന്നു. ഓക്കെ, hold, held, holding, hold, held, holding. പിടിക്കുക, hold, പിടിച്ചു, held, പിടിക്കുന്നു, holding. Okay, V1 form base form hold, V2 form past form held, V3 form past participle form held, V4 form present participle form holding, V5 form third person singular present form holds. ഹോൾഡ്സ്. ഓക്കെ, അവിടെ ജസ്റ്റ് V1 ഫോം ബേസ് ഫോമിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു എസ് ചേർത്ത് എഴുതിയാൽ മാത്രം മതിയാവും. ഹോൾഡ്സ്, HOLDS. V1 form base form hold, V2 form past form held, V3 form past participle form held, V4 form present participle form holding, V5 form third person singular present form holds. ഹോൾഡ്സ്, ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്. ഓക്കെ, ഹോൾഡ്സ്. ഓക്കെ, ഹോൾഡ്സ്. V1 form base form hold, V2 form past form held, V3 form past participle form held, V4 form present participle form holding, V5 form third person singular present form holds. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഈ ഹോൾഡിനെ കൊണ്ടുപോയി സെൻറ്റൻസസിലിടാം. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. ദയവായി എനിക്കു വേണ്ടി ഇത് പിടിക്കൂ. ദയവായി എനിക്കു വേണ്ടി ഇത് പിടിക്കൂ. പ്ലീസ്, ദയവായി. ഹോൾഡ് ദിസ്, ഇത് പിടിക്കൂ. ഫോർ മീ, എനിക്കു വേണ്ടി. ഫോർ മീ, എനിക്കു വേണ്ടി. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. ദയവായി എനിക്കു വേണ്ടി ഇത് പിടിക്കൂ. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. അടുത്തത്, ഷീ ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി. ഷീ ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി. ഷീ ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി. അവൾ എൻ്റെ കൈ മുറുകെ പിടിച്ചു. ഹെൽഡ്, പിടിച്ചു. ഷീ ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി. ഷീ ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി. ടൈറ്റ്ലി, മുറുകെ. ഓക്കെ, ഷീ ഹെൽഡ് മൈ ഹാൻഡ് ടൈറ്റ്ലി. അടുത്തത്, they have held a meeting. They have held a meeting. അവർ ഒരു മീറ്റിംഗ് നടത്തി. They have held a meeting. അവർ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. They have held a meeting. ഇവിടെ held V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. They have held a meeting. He is holding a flower. He is holding a flower.
He is holding a flower. അവൻ ഒരു പൂവ് പിടിച്ചിരിക്കുന്നു, അതായത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവൻ ഒരു പൂവ് പിടിച്ചിരിക്കുന്നു. ഓക്കെ, അവൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണെന്നാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞുപോയി എന്നല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ് ഹോൾഡിങ്, പിടിക്കുകയാണ്. എന്നാൽ പിടിക്കുകയാണ് എന്ന് എഴുതിക്കോളൂ. ഹീ ഇസ് ഹോൾഡിങ് എ ഫ്ലവർ. ഹീ ഇസ് ഹോൾഡിങ് എ ഫ്ലവർ. അവൻ ഒരു പൂവ് പിടിക്കുകയാണ്, പിടിച്ചിരിക്കുന്നു എന്ന് എഴുതണ്ട, അപ്പോഴേ പാസ്റ്റായിട്ട് പോകുന്നു അർത്ഥം. ഓക്കെ, അവൻ ഒരു പൂവ് പിടിക്കുന്നു അല്ലെങ്കിൽ അവൻ പൂവ് പിടിക്കുകയാണ് എന്നെഴുതിയാൽ മതി. ഓക്കെ, ഹീ ഈസ് ഹോൾഡിങ് എ ഫ്ലവർ. ഹീ ഈസ് ഹോൾഡിങ് എ ഫ്ലവർ. അവൻ ഒരു പൂവ് പിടിക്കുകയാണ്. ഹീ ഈസ് ഹോൾഡിങ് എ ഫ്ലവർ. ഹീ ഈസ് ഹോൾഡിങ് എ ഫ്ലവർ. She holds the baby gently. She holds the baby gently. She holds the baby gently. അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കും. ഇത് ഈ കയ്യിലെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഷീ ഹോൾഡ്സ് ദ ബേബി ജെന്റ്ലി. അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കാറുണ്ട്, പിടിക്കുന്നയാളാണ്. അത് അവളുടെ രീതി. അവർ കുഞ്ഞിനെ അങ്ങനെയാണ് പിടിക്കുന്നത്. ഓക്കെ, അത് ഹർ ശീലം. ഓക്കെ, ഷീ ഹോൾഡ്സ് ദ ബേബി ജെന്റ്ലി. അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കുന്നു, കയ്യിലെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കുന്നയാളാണ്, പിടിക്കാറുണ്ട്, പിടിക്കും എന്നൊക്കെ എഴുതാം. അത് അവളുടെ ശീലമാണ്. അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കും, അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കാറുണ്ട്, അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കുന്നു എന്നൊക്കെ എഴുതാം. ഓക്കെ, ഷീ ഹോൾഡ്സ് ദ ബേബി ജെന്റ്ലി. അവൾ കുഞ്ഞിനെ സൗമ്യമായി പിടിക്കുന്നു. ഓക്കെ, അത് അവളുടെ ശീലമാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം, V5 ഫോം. ഓക്കെ, ഹോൾഡ്സ്. ഷീ ഹോൾഡ്സ് ദ ബേബി ജെന്റ്ലി. ഇനി എന്ത് ചെയ്യണം? ടീച്ചർ വായിക്കുന്നതോടൊപ്പം തന്നെ 3 തവണ വായിക്കുക എല്ലാവരും. ഓക്കെ, പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. പ്ലീസ് ഹോൾഡ് ദിസ് ഫോർ മീ. She held my hand tightly. She held my hand tightly. She held my hand tightly. They have held a meeting. They have held a meeting. They have held a meeting. He is holding a flower. He is holding a flower. He is holding a flower. She holds the baby gently. She holds the baby gently. She holds the baby gently. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ ഹോൾഡ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഒക്കെ ഒന്ന് കോമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നിങ്ങൾ എഴുതണം. ഈ 5 സെൻറ്റൻസസിലും കൂടി വിശേഷണങ്ങളായിട്ട് നമ്മൾ ഇതിൽ എന്താണ് വിശേഷണങ്ങൾ അതായിട്ട് ഏതിൻ്റെ വിശേഷണങ്ങളാണ്? നമ്മുടെ ആക്ഷൻ വേർഡ്സിനുള്ള അല്ലെങ്കിൽ വേർബ്സിനുള്ള വിശേഷണങ്ങൾ, ആഡ്വേർബ്. ഓക്കെ, ആഡ്വേർബായിട്ട് ഈ 5 സെൻറ്റൻസസിലും ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് കോമൻറ്റ് ചെയ്യുക. മറ്റേ V1, V2, V3, V4, V5ൻ്റെ ഒപ്പമല്ല, അല്ലാതെ തന്നെ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, ആഡ്വേർബ്സ്. ഇവിടെ 5 സെൻറ്റൻസസ് ഉണ്ട് അല്ലേ? ഈ 5 എണ്ണത്തിലും കൂടി ഏതെങ്കിലും സെൻറ്റൻസിൽ ആഡ്വേർബ്സ് ഉണ്ടെങ്കിൽ ആ ആഡ്വേർബ്സ് ഒക്കെയും കോമയിട്ട് ഇവിടെ കോമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ,
ഇന്ന് നമ്മൾ 2 പുതിയ ആക്ഷൻ വേർഡ്സ് ആണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയാണവ? ലുക്ക്, ഹോൾഡ്. ലുക്ക് നോക്കുക. നോക്കുക എന്നുള്ള വാക്ക്, ലുക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ ടീച്ചർ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ ആളിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്നിലേക്ക് നമ്മൾ നോക്കുന്നു എന്ന് പറയാനായി ലുക്ക് ഉപയോഗിക്കുമ്പോൾ ആ ലുക്കിന് ശേഷം, അത് ഏത് ഫോമും ആവട്ടെ, V1 ആയാലും V2 ആയാലും ഒക്കെ ആയിക്കോട്ടെ, അതിന് ശേഷം നമ്മൾ എന്തെഴുതണം? അറ്റ് ചേർക്കണം. AT അറ്റ്, ലുക്ക് അറ്റ്, ലുക്ക്ഡ് അറ്റ്, അങ്ങനെ. ഓക്കെ, അതൊരു റൂളാണ്, മറക്കരുത്. ഓക്കെ, ലുക്ക് നോക്കുക. V1 form base form look, V2 form past form looked, V3 form past participle form looked, V4 form present participle form looking, V5 form third person singular present form looks. Look, looked, looked, looking, looks. അടുത്ത വാക്കാണ് ഹോൾഡ്, പിടിക്കുക. ഹോൾഡ്, പിടിക്കുക. V1 form base form hold, V2 form past form held, V3 form past participle form held, V4 form present participle form holding, V5 form third person singular present form holds. Okay, hold, held, held, holding, holds. Okay, hold, held, held, holding, holds. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ഈ 2 വാക്കിൻ്റെയും ലുക്ക്, ഹോൾഡ്, ഈ 2 വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഫോംസ് കോമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പം എല്ലാവരും റേസിന് റെഡിയല്ലേ? കയ്യും കാലമൊക്കെ ഒന്ന് ആനയ്ക്ക് ഉഷാറാവുക. നമുക്ക് തുടങ്ങണ്ടേ? ഓക്കെ മക്കളെ, റെഡിയല്ലേ? റെഡി? 1, 2, 3, start. Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig,
dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears. Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, led, leading, leads. Lend, lent, lent, lending, lends. Rise, rose, risen, rising, rises. Sell, sold, sold, selling, sells. Spend, spent, spent, spending, spends. Advise, advised, advised, advising, advises. Push, pushed, pushed, pushing, pushes. Pull, pulled, pulled, pulling, pulls. Try, tried, tried, trying, tries. Fry, fried, fried, frying, fries. Cry, cried, cried, crying, cries. Dry, dried, dried, drying, dries. Clean, cleaned, cleaned, cleaning, cleans. Tidy, tidied, tidied, tidying, tidies. Dust, dusted, dusted, dusting, dusts. Sweep, swept, swept, sweeping, sweeps. Mop, mopped, mopped, mopping, mops. Speak, spoke, spoken, speaking, speaks. Talk, talked, talked, talking, talks. Tell, told, told, telling, tells. Say, said, said, saying, says. Look, looked, looked, looking, looks. Hold, held, held, holding, holds. ഓക്കെ മക്കളെ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൽ, സേ പഠിപ്പിക്കുമ്പോൾ ടെല്ല് പോലെ തന്നെ മറ്റൊരു വാക്ക് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കോമൻറ്റ് ചെയ്യാൻ പറഞ്ഞു, പലരും ചെയ്തിട്ടില്ല. ഓക്കെ, ആ വാക്ക് ഏതാണ്? സെൽ. സെൽ, ടെൽ. സെൽ, സോൾഡ്, സോൾഡ്, സെല്ലിംഗ്, സെൽസ്. ടെൽ, ടോൾഡ്, ടോൾഡ്, ടെല്ലിംഗ്, ടെൽസ്. ഓക്കെ, നിങ്ങൾക്ക് ഓർത്ത് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം ആ ടൈമിൽ. എന്തായാലും ഓക്കെ. അപ്പോൾ മക്കളെ, ലാസ്റ്റ് അറ്റൻഡൻസ് എഴുതിക്കോളൂ. ഹാപ്പി ലേണിംഗ്.